ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മ പറയുന്നതൊക്കെ ഗീതു കേൾക്കുവാണ്. അവളെ ഇവിടുന്ന് പറഞ്ഞ് അവളും നീയും തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ലല്ലോ, അപ്പം അവളെ എത്രയും വേഗം നീ ഡൈവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞ് വിടുന്നതാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ ഡൈവോഴ്സ് ആകുന്നവരെ നിങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിൽ താമസിക്കണോ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുക. അല്ല, ഞങ്ങൾ ഒരു റൂമിലാണ് താമസിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് രാധികാമ്മ എടുത്ത് ഇങ്ങനെ ഗോവിന്ദ് പറയുന്നത് കേട്ടിട്ടാണ് ഗീതുവിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. പക്ഷേ ഗീതു ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നേച്ച് പറയാണ്, രണ്ട് റൂമിലല്ല ഞങ്ങൾ രണ്ട് വീട്ടിൽ കഴിഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് ഗീതു. അപ്പോഴത്തേക്കും പ്രിയ വന്നിച്ച് ചോദിക്കുകയാണ്, നിങ്ങളപ്പോൾ പറ്റിക്കുമായിരുന്നില്ലേ, ഞങ്ങളെ പറ്റിക്കുമായിരുന്നില്ലേ, അപ്പം നിങ്ങൾ ഒന്നിച്ച് താമസിച്ചു എന്ന് പറഞ്ഞ് വെറുതെ ചേച്ചിയുടെ ജീവിതം ഗോവിന്ദേട്ടൻ നശിപ്പിച്ചില്ലേ, എനിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് പ്രിയ വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗോവിന്ദേട്ടൻ എന്താ ഗോവിന്ദേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്, ഗീതു ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രാധിക വന്നിട്ട് പറയുന്നുണ്ട്, അവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്നല്ലേ മോളെ പറഞ്ഞത്, അപ്പോൾ ഡൈവോഴ്സ് ആയിട്ട് നമുക്ക് ആയിക്കോട്ടെ എന്ന് തന്നെയാണ് രാധിക പറയുന്നത്. അപ്പോഴത്തേക്കും ഗീതു വന്നിട്ട് പറയുന്നുണ്ട്, ഇവരോട് മാറി നിൽക്കാൻ പറ, എനിക്കിപ്പോൾ ഗോവിന്ദനോടുള്ളതിൽ ഉള്ള അത്ര അടുപ്പമൊന്നും രണ്ടാനമ്മയ്ക്കില്ല എന്നുള്ള രീതിയിലാണ് ഗീതു പറയുന്നത്. ഗീതു വന്നിട്ട് താലി പൊക്കി കാണിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ തമ്മിലാണ് ഒരു അടുപ്പമുള്ളത്, നമ്മൾ തമ്മിലുള്ളൊരു പ്രശ്നത്തിനിടയ്ക്ക് ഇവരെ കയറ്റി വിടുന്നത്, ഇവരെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറയുകയാണ്, ഇവരോട് ഇവിടുന്ന് മാറാൻ പറയുക കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുകയാണ്. എന്നിട്ട് ഗീതു വേഗം ബാഗും എടുത്തിട്ട് ഗീതു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാണ്. അതേസമയം ഗോവിന്ദും റൂമിലേക്ക് വരും കേട്ടോ. റൂമിൽ വന്നിട്ട് ഗോവിന്ദ് റൂമിലിരിക്കുവാണ്. എന്നിട്ട് ഗോവിന്ദ് വിചാരിക്കും, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നൊന്നും പറയണ്ടായിരുന്നു, അവൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഗോവിന്ദ് ഭയങ്കര സൗണ്ടൊക്കെ എഡറി വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. എന്തെങ്കിലും രാധികാവ് അങ്ങനെ പറയുമ്പോൾ ഗോവിന്ദിനൊന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ഗോവിന്ദ് അവിടെ വന്ന് കിടക്കുക കേട്ടോ. അന്നേരപ്പോഴത്തേക്ക് കട്ടിലിൽ വന്ന് കിടക്കും. അപ്പം നോക്കിയപ്പോഴത്തേക്ക് വാഷ്റൂം എഴുതി വെച്ചേക്കും കേട്ടോ അങ്ങോട്ടേക്ക്. ഇവളെന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത്, എന്നെ പബ്ലിക് വാഷ്റൂം ആക്കാൻ പോവാണോ ഈ ബെഡ്റൂമിൽ അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അതൊന്നും നോക്കാനൊന്നും പോകുന്നില്ല. ഗോവിന്ദ് ആ ബെഡിലേക്ക് അങ്ങ് കിടക്കും. അപ്പോഴത്തേ സമയം പ്രിയ റൂമിൽ ബെഡ്ഷീറ്റും പില്ലോയൊക്കെ എടുത്ത് എറിയുകയാണ്. ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞുകൊണ്ട് എല്ലാം എടുത്ത് എറിഞ്ഞു കളയുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതെന്താ മോളെ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ് രാധിക ചെല്ലുന്നത്. രാധിക ചെല്ലുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ കാരണമാണ് അവരുടെ ജീവിതം ഇങ്ങനെ ആയത്, എനിക്ക് വേണ്ടിയാണ് അവരിങ്ങനെ ഒന്നിച്ചത്, എന്നിട്ട് അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട് പ്രിയ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പ്രിയ പറയുന്നുണ്ട്, ഇനി അവരെ ഒന്നിപ്പിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും രാധിക പറയും, വേണ്ട, അവരെ ഒന്നിപ്പിക്കേണ്ട, അവർക്ക് ഒന്നിക്കാൻ താല്പര്യമില്ല, അവർ രണ്ടാകാൻ തീരുമാനിച്ചവരാണ്, പിന്നെ അവരൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ അവരിങ്ങനെ ഒന്നിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പ്രിയക്ക് ഭയങ്കര സങ്കടമാവും, ഞാൻ കാരണമാണ് ഗീതു ചേച്ചിയുടെ ജീവിതം ഇല്ലാതെ, എനിക്ക് വേണ്ടിയാണ് ഗോവിന്ദേട്ടൻ പ്രിയ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പറയും, ഇല്ല അപ്പോൾ പറയുന്നുണ്ട്, ഗീതു ചേച്ചിയുടെ ജീവിതം ഒന്നും ഇല്ലാതായില്ല, നമുക്ക് ഗീതുവിനെ വേറൊരു വിവാഹം കഴിക്കാമെന്ന് പറയും. ഗീതു ചേച്ചിക്ക് അത് രണ്ടാം വിവാഹമല്ലേ, ഗോവിന്ദേട്ടനെ അല്ലേ ഒക്കെ വിവാഹം ചെയ്തത്, എന്നിട്ട് ഇനി വേറൊരാളെ കിട്ടുമ്പോൾ ഗീതു ചേച്ചിക്ക് രണ്ടാം വിവാഹം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് പറയുന്നുണ്ട്, രാധിക പറയുന്നുണ്ട്, ഇല്ല, എന്നവർ ഡൈവോഴ്സ് ആവുന്ന അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു ആളെ കണ്ടുപിടിച്ച് എന്താണ് ഞാൻ ഗീതുവിൻ്റെ കല്യാണം നടത്തി തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഗീതുവിന് ഗോവിന്ദനെ വേണ്ടാഞ്ഞിട്ട് തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേഖ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല, അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു, അവർക്ക് ഇഷ്ടമുണ്ട്, അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇല്ല അവർക്ക് ഇഷ്ടമില്ല എന്ന് തന്നെയാണ് രേഖ പറയുന്നത്. രേഖ പറയുന്നു, അവൾക്ക് ഇഷ്ടമല്ല, അവൾ കിഷോറിൻ്റെ കൂടത്തിൽ പോകാൻ പോയതല്ലേ, അവൾ കിഷോറിൻ്റെ കൂടത്തിൽ പോയതാന്ന് പറയുന്നു. അപ്പോഴത്തേക്കുമാണ് രഞ്ജു വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, അവർക്ക് ഭയങ്കര സ്നേഹമാണ്, അവരെ ഒന്നിപ്പിക്കണം, അവരിന് വേർപെടുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പറയും, ഇല്ല, കിഷോറിൻ്റെ കൂടത്തിൽ പോയ അവളുടെ കൂടത്തിൽ കൂടിയത് വിജയലക്ഷ്മിയാണ്, ഈ വീട്ടിലെ സ്വത്തെല്ലാം സ്വന്തമാക്കാൻ വിജയലക്ഷ്മി കളിച്ച കളിയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു സീൻ കാണിക്കുന്നത്. അതിന് മുന്നേ പ്രിയ പറയുന്നുണ്ട്, ഗീതുവും ഗോവിന്ദിൻ്റെ രണ്ട് റൂമിൽ കഴിഞ്ഞോട്ടെ, കാരണം അവർക്ക് രണ്ടുപേർക്കും രണ്ട് റൂമിലാകുമ്പോൾ എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയും, അപ്പോഴാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ് ചെയ്യുന്നത്, അങ്ങനെയെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മനസ്സിലാക്കുക, നിങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിൽ കഴിഞ്ഞാൽ മതി എന്നൊക്കെ പ്രിയ ഇങ്ങനെ ഗീതുവിനോടും ഗോവിന്ദനോടും രാധികയുടെ ഒക്കെ മുന്നിൽ വെച്ച് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചോദിച്ച സമയത്ത് പ്രിയ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അതേസമയം ഗീതുവാണ്. ഗീതു എന്ന് വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വണ്ടിയെ കയറുന്നില്ല. ഗോവിന്ദൻ്റെ ആ കാറിൻ്റെ ഒരു ചവിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഗീതു അങ്ങ് പോകാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ചോദിക്കും, എൻ്റെ വണ്ടി എന്ന് ചോദിക്കും, എൻ്റെ മോളുടെ വണ്ടിയോ? അപ്പോഴത്തേക്ക് അയ്യപ്പേട്ടൻ കാലിൽ കെട്ടിയൊക്കെ വെച്ചിട്ട് വരും. അപ്പോൾ മോളുടെ വണ്ടിയിൽ ഒരു തേങ്ങ ഉണ്ട്, ഈ തെങ്ങില്ലാതെ എങ്ങനെ തേങ്ങ വീഴുമെന്ന് ചോദിക്കുന്നു.
അപ്പോൾ അതെ ഞാൻ ആ വണ്ടി ഒന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തതേ, അവിടെ അറിയില്ലായിരുന്നു എന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കുതിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ അത് അവിടെ പോയി ഇടിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മോളെ ഇനി എന്താണെങ്കിലും ഈ വണ്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു. അയ്യപ്പദാസം ഒരു തരത്തിൽ ആ കാറിൽ കയറ്റിയിട്ട് ഗീതുവിന് വിടുക, എന്നാലും എന്നാൽ ഞാൻ എൻ്റെ വണ്ടിക്ക് തന്നെ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ഗീതു കാർ സ്റ്റാർട്ട് ചെയ്യുക. ഗീതു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പാട്ട് കേൾക്കാം, വെള്ളിക്കിണ്ണം ചീതറി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഗീതു ദേഷ്യം വന്നിട്ട് അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് ഗീതു അപ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ ഗീതു റൂമിൽ ഇങ്ങനെ പ്രണയലേഖനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. ഇന്നതാ ഗോവിന്ദ് കാണുമ്പോൾ എന്താകും, ഗോവിന്ദേട്ടൻ കാണുമ്പോൾ എന്താകും, എന്നോട് ഇന്ന് കലിയാവോ, എന്താണാവോ ഇനിയിപ്പോൾ ചെയ്യാൻ പോണേ നമുക്ക് ഗീതു വിചാരിക്കും, തിരിച്ചെന്ന് എടുത്താലോ. എന്നിട്ടൊരു വേഗം ഗീതു വണ്ടി അവിടെ നിർത്തിയിട്ട് വണ്ടിയിൽ ഇറങ്ങും കേട്ടോ. എന്നിട്ടിപ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് തിരിച്ചു പോയാലോ അല്ല വേണ്ട. എന്നിട്ട് പിന്നെ ഗീതു വിചാരിക്കുക എന്തെങ്കിലും ആവട്ടെ, എന്താണേലും നാണം കിട്ടും, ഇനി ബാക്കി എന്നാന്ന് വെച്ചാൽ നോക്കാമെന്ന് വെച്ചിട്ട് ഇത് തിരിച്ച് പിന്നെ ആ വണ്ടിയെ തന്നെ കയറുവാണ്. വഴിയിൽ വണ്ടി ഒതുക്കി ഇട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്, വണ്ടിയെ തന്നെ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേൾക്കാം ഈ പാട്ട് തന്നെ കേൾക്കാം, ഈ ബോക്സിൽ ഞാൻ ഇടിച്ച് പൊട്ടിച്ച് കളയുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഗീതു വിചാരിക്കും അയാളുള്ള ഉദ്ദേശം ഞാനെന്തിനാ ഇതിനോട് കേൾക്കുന്നത്, പാട്ടല്ലേ അതെല്ലാവർക്കും കേൾക്കാനുള്ളതല്ലേ എന്ന് വിചാരിക്കുവാണ്. എന്നിട്ട് അങ്ങനെ ഗീതു പാട്ടൊക്കെ ഓഫ് ചെയ്തു. വിനോദ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അമ്മേനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറയും ഞാൻ അങ്ങോട്ട് വരും, അമ്മേനെ കാണാൻ ഞാൻ വരുവാന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഇങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞാലും രണ്ടുപേരും രണ്ടായിട്ടാണെന്നുള്ള കാര്യം പറയുന്നതും, ഇനി ഗീതും ഗോവിന്ദും രണ്ട് മുറി കഴിയണമെന്ന് പറയുന്നതും, അത് ഈ രാധികാമ്മ ഇവരുടെ ജീവിതത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഗീതുവിനും ഗോവിന്ദിനും മനസ്സുകൊണ്ട് ഭയങ്കര വിഷമമാണ്. ഗോവിന്ദിന് മനസ്സിൽ ഭയങ്കര വിഷമമാണ് ഗീതുവിൻ്റെ അടുത്ത്. അന്ന് ഇഷ്ടം പറയാനും പറ്റില്ല, ഇഷ്ടം ഉണ്ടല്ലോ മനുഷ്യ, രാധികയുടെ അടുത്ത് പറഞ്ഞല്ലോ ഇല്ല ഞങ്ങൾ ബന്ധം വേർപെടുത്തുവാന്നൊക്കെ പറഞ്ഞു, പിന്നെ ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധമില്ല എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ ഗീതുവിന് എന്ത് വിഷമാവും എന്നൊക്കെ ഓർക്കുമ്പോഴും ഗീതുവിനോടൊരു പ്രണയം ഗോവിന്ദിനുണ്ടല്ലോ, അതൊക്കെ ഓർക്കുമ്പോൾ അവളെ വേണ്ട എന്ന് ഗോവിന്ദ് പറഞ്ഞൊക്കെ ഗോവിന്ദിന് ഭയങ്കര വിഷമമായിട്ട് ഗോവിന്ദ് ഇങ്ങനെ കട്ടിലിൽ കിടക്കുന്ന ഗോവിന്ദിനെയാണ് കാണിക്കുന്നത്. ഗീതുവിനും ഇങ്ങനെയൊക്കെ കാണിച്ചാലും ഗീതുവിനും ഭയങ്കര വിഷമമാണ് ഉള്ളിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.